നമസ്കാരം. നാളെ മെയ് മാസം 8-ാം തീയതി 1201 മേടമാസം 25-ാം തീയതി വെള്ളിയാഴ്ച ഷഷ്ടിയാണ്. മെയ് 8-ാം തീയതി മുതൽ ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം. വരുന്ന 10 വർഷക്കാലം ഏറ്റവും അധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഈ നക്ഷത്രജാതകർ എത്തും. ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും, സങ്കടങ്ങളൊക്കെ മാറും. ഒരു പുതിയ വീട് വാങ്ങാൻ, കടങ്ങളൊക്കെ തീരുവാൻ, പുതിയ വാഹനം വാങ്ങാൻ, ഇതിനൊക്കെ അനുകൂലമായ സമയമാണ് ഇനിയുള്ള കാലം. സകലവിധ കഷ്ടതകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം. ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാം നടന്നു കിട്ടുന്ന സമയം. ഭാഗ്യം ഒരുപാട് വന്നു ചേരും. ധനപരമായി ഇവർക്കൊരുപാട് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം. നാളെ വെള്ളിയാഴ്ചയാണ്. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിക്ക് ശർക്കരപ്പായസം നിധിച്ച് പൂജ ചെയ്യും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇന്ന് രാത്രി 10 മണിയോടെ നിങ്ങൾ എഴുതുന്ന പേരും ജന്മനക്ഷത്രവും ഞാൻ എഴുതിയെടുത്ത് നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിലും വലിയൊരു മാറ്റം വന്നു ചേരും. 2026 മെയ് 8 1201 മേടമാസം 25-ാം തീയതി വെള്ളിയാഴ്ച മുതൽ സൗഭാഗ്യസമ്പന്നതയിൽ എത്താൻ സാധിക്കുന്ന, ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ 3 നക്ഷത്രജാതകർ പുണർതവും പൂയവും ആയില്യവുമാണ്. ഇവർക്ക് തൊഴിൽപരമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. കച്ചവടം വർദ്ധിക്കും. പഠിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കും. ഒരു വീട് വാങ്ങണം എന്നുദ്ദേശിക്കുന്നവർക്ക് വീടൊക്കെ വാങ്ങുവാൻ കഴിയുന്ന സമയം. വസ്തുവകകൾ വാങ്ങും. ലൈഫിൽ നല്ല ഒരു മാറ്റം വന്നു ചേരുന്ന സമയമാണ്. ഇവരുടെ ജീവിതം പാടെ മാറും. ഒരു VIP പോലെ, ഒരു രാജകുമാരനെ പോലെ വാഴുവാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നു ചേരുന്നു. കാളി ക്ഷേത്ര ദർശനം നടത്തണം. എല്ലാ രീതിയിലും ഒന്നാമന്മാരായി തീരും ഈ നക്ഷത്രജാതകർ. ആഗ്രഹത്തെ മുന്നിൽ കണ്ട് പരിശ്രമിച്ചാൽ ഇവർക്ക് അത് നടന്നു കിട്ടും. ധാരാളം ധനമൊക്കെ വന്നു ചേരുന്ന സമയമാണ്. വലിയ തുക കയ്യിൽ വന്നു ചേരേണ്ട സമയമാണ്. സകല കടങ്ങളും മാറി ഒരുപാട് സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയും കുടുംബത്തോടൊപ്പം കഴിയുവാനുള്ള ഒരു യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരും. കടം കൊടുക്കരുത്. എന്തെങ്കിലും പറഞ്ഞു വിടുക. കടം കൊടുക്കരുത്, തിരികെ കിട്ടില്ല. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ കടം കൊടുത്താൽ തീർച്ചയായും ആ ധനം നിങ്ങൾക്ക് തിരികെ കിട്ടില്ല. അങ്ങനെയാണ് അനുഭവം. അപ്പോൾ പുണർതവും പൂയവും ആയില്യവും ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളുടെ നല്ല സമയം നാളെ ആരംഭിക്കാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്നു. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോകുന്നു. മെയ് 8 നിങ്ങളെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ആ നക്ഷത്രം മറ്റാരുമല്ല, അത്തമാണ്. കുടുംബത്തിൽ സന്തോഷം സമാധാനം ഒക്കെ വന്നു ചേരുന്ന സമയം. പ്രതിസന്ധികൾ ഒക്കെ അകലുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഈ ഒരു സമയത്ത് കഴിയും. ദേവീക്ഷേത്ര ദർശനമൊക്കെ നടത്തി അവിടെ വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകണം. ദേവിയോട് തൻ്റെ ദുഃഖങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞേക്കുക. അനുഗ്രഹിക്കണം എന്ന് പറയുക. സകല ദുരിത ദുഃഖങ്ങളിൽ നിന്നും മോചിതമാക്കണം എന്ന് പറയുക. തീർച്ചയായും അമ്മ കേൾക്കും. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത്തത്തിനിത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമായി തീരും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. പല പ്രവചനങ്ങളും പലപ്പോഴും സത്യമായി തീരാറുണ്ട്.
ഇവിടെ അത്തത്തിനും ഇത് നല്ല സമയമാണ്. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം. വിവാഹാലോചനകളൊക്കെ വരുന്ന സമയം. വിവാഹാലോചനകളിലൊക്കെ തീരുമാനങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. സകല ദുരിത ദുഃഖങ്ങളും തീർന്ന് അത്തത്തിന് രക്ഷപ്പെടാൻ സാധിക്കും. ശിവക്ഷേത്ര ദർശനം നടത്തണം. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ അത്തം നക്ഷത്ര ജാതകർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കുക. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ഒരു നല്ല സമയം വന്നു ചേരുന്നു. മെയ് 8 മുതൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടും. കുടുംബദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ജീവിതത്തിൽ വലിയ നേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പ്രതിസന്ധികളൊക്കെ അകലും. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. വിശാഖത്തിൻ്റെ നല്ല കാലം ആരംഭിച്ചു കഴിഞ്ഞു. ശിവക്ഷേത്ര ദർശനം നടത്തണം. ദേവീക്ഷേത്ര ദർശനം നടത്തണം. നല്ല സമയമാണ്. ഈ സമയം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പുത്രഭാഗ്യം വന്നു ചേരുന്ന സമയം. കുട്ടികൾ പിറക്കും. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും. ധനവരവ് വർദ്ധിക്കും. ഭാഗ്യമാണ്, അനുകൂലമാണ്. ചില ഗോചരഫലങ്ങൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ വന്നു ചേരും. പൂരാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇത് ധനവരവിൻ്റെ കാലമാണ്. ഉയർച്ചയാണ്. വ്യാപാരത്തിൽ വിജയം നേടും. വരുമാനം വർദ്ധിക്കും. സ്വന്തമായൊരു വീട് വാങ്ങാൻ തീർച്ചയായും സാധിക്കുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം ചതയമാണ്. എല്ലാം വാങ്ങുന്ന സമയം. ഇതൊരു ഭാഗ്യസമയമാണ്. അതായത് ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയം. പലവിധ ഓഫറുകളൊക്കെ വന്നു ചേരുന്ന സമയം. പ്രതിസന്ധികളൊക്കെ അവസാനിക്കും. നിങ്ങളുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ജാതകപ്രകാരം വളരെ അനുകൂലമായൊരു സമയത്തിലേക്കാണ് എത്തുന്നത്. പവിഴമല്ലി വാങ്ങി നടുക. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ആകാശഗരുഡക്കിഴങ്ങ് വെള്ളിയാഴ്ച ദിവസം തലയ്ക്ക് മീതെ ഒന്നൊഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് പറമ്പിൽ വെച്ച് പിടിപ്പിക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ധന അഭിവൃദ്ധി വന്നു ചേരും. എല്ലാ കഷ്ടതകളും അവസാനിക്കും. ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ നിങ്ങൾ എത്തിച്ചേരും. അതുപോലെ തന്നെ തുളസി വഴിപാട് വെള്ളിയാഴ്ച ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും, ഉറപ്പാണ്. അപ്പോൾ ഈ നക്ഷത്ര ജാതകർക്ക് വലിയൊരു അനുഗ്രഹം വന്നു ചേരാൻ പോവുകയാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറാൻ പോവുകയാണ്. ചിലരൊക്കെ ഒരു ദ്രോഹവും ആർക്കും ചെയ്യാറില്ല. എന്നാൽ എപ്പോഴും ശത്രുക്കളുടെ ഒളിയമ്പുകൾ തൻ്റെ നേർക്ക് നീളുന്നു. നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തടസ്സം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണോ? ചില ചെയ്ത്തുദോഷങ്ങൾ, ചില ആഭിചാര ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. ചില ശത്രുശല്യമാകാം, അല്ലെങ്കിൽ കുടുംബജീവിതം പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയാകാം, അതല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നാശം വിതയ്ക്കുന്ന ഏതെങ്കിലും ഒരു ശത്രു നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ദുരിത ദുഃഖങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ വിജയത്തിന് ചില വഴിപാടുകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ബഗ്ലാമുഖി അർച്ചനയൊക്കെ നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും. ഏതായാലും ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്.